അല്ല, ഞാൻ ഫോണിൽ ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിച്ചിരുന്ന അഞ്ജലി ചേച്ചി എവിടെ? വന്നില്ലേ കൂടെ? അതെ, ഞാനും അഞ്ജലിയെ കുറിച്ച് കേട്ടറിഞ്ഞിട്ടാ അമ്മ ഇവൻ കമ്പനിയെ കുറിച്ച് മോളോട് പറഞ്ഞത്. അച്യുതന്റെ സ്കൂളിലെ PTA പ്രസിഡന്റാ ഞാൻ. അത് പിന്നെ ഒഴിവാക്കാൻ പറ്റാത്ത ചില അത്യാവശ്യങ്ങൾ വന്നു. അഞ്ജലിക്ക് വരാൻ പറ്റിയില്ല. അതെങ്ങനെ ശരിയാവും? എന്റെ മകളുടെ ജീവിതത്തിലെ ഒരു സുപ്രധാനമായ ചടങ്ങാണ് നടക്കാൻ പോകുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുപ്രധാനമായ കാര്യം. അതിന്റെ പ്രാധാന്യം അതിന് നൽകിയേ പറ്റൂ. അഞ്ജലിയുടെ കാര്യം അങ്ങനെ നോക്കണ്ട ഡോക്ടർ. ഇവന്റുകൾ നടത്തി അഞ്ജലിയേക്കാൾ എക്സ്പീരിയൻസ് ഉള്ള ആളാ പുഷ്പൻ ചേട്ടൻ. നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും പുഷ്പൻ ചേട്ടൻ നടത്തിത്തരും. ഞാൻ ഗ്യാരണ്ടിയാ. ആ ഗ്യാരണ്ടി പറ്റില്ല ചേട്ടാ. ആ അഞ്ജലി ചേച്ചിയെ മുന്നിൽ കണ്ടിട്ടാ ഞങ്ങൾ ഈ ഇവന്റ് നിങ്ങളുടെ കമ്പനിയെ ഏൽപ്പിക്കാമെന്ന് തീരുമാനിച്ചത്. അതെ, ഞാൻ ആ കുട്ടിയോട് ഫോണിൽ സംസാരിച്ചിരുന്നു. കൃത്യമായും വ്യക്തമായും അഞ്ജലി മോളുടെ എല്ലാ കാര്യങ്ങളും ചോദിച്ചു മനസ്സിലാക്കി നമുക്ക് വേണ്ട ഗൈഡൻസ് തരികയും ചെയ്തതാ. സത്യം പറഞ്ഞ ഞങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്തിരുന്ന പല കാര്യങ്ങളും പൊളിച്ച് അഞ്ജലി ചേച്ചി നൽകിയ നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് ഇപ്പോൾ കാര്യങ്ങൾ ആലോചിക്കുന്നത്. അതെ അതെ, പല കമ്പനികളും ഇവർ നോക്കിയതാ. പക്ഷെ അഞ്ജലിയോട് സംസാരിച്ചു കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും ഒരുപോലെ സാറ്റിസ്ഫൈഡ് ആയത്. സാർ, അഞ്ജലിയെ പോലെ തന്നെ പുഷ്പൻ ചേട്ടനും. സംസാരിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്കും അത് മനസ്സിലാവും. അതിന്റെ ആവശ്യമില്ല മിസ്റ്റർ പ്രസാദ്. തരക്കേടില്ലാത്ത ഒരു ഈവന്റ് മാനേജ്മെന്റ് കമ്പനി നടത്തുന്ന ആളല്ലേ നിങ്ങൾ? ഒരു ക്ലയന്റിന്റെ ആവശ്യം മനസ്സിലാക്കി കുറച്ചുകൂടി ഉത്തരവാദിത്വത്തോടെയും സെൻസിബിളായും സംസാരിക്കണം. ഒരു പെൺകുട്ടിയാണ് ഞാൻ. എന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അഞ്ജലിയെ പോലെ ഒരു പെൺകുട്ടിയുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴുള്ള കംഫോർട്ട് സോൺ നിങ്ങളോടോ ഈ ഇരിക്കുന്ന ആളോടോ സംസാരിച്ചാൽ കിട്ടുമോ? ഇല്ലല്ലോ. മോള് പറയുന്നത് കറക്റ്റാ. അഞ്ജലി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഇവരെ ഈ ഇവന്റ് ഏൽപ്പിക്കാൻ പാടുള്ളൂ. Otherwise, we will have to search some other options. സോറി മിസ്റ്റർ പ്രസാദ്, ഐ ആം ഹെൽപ്ലെസ്. പൂർണിമ വളരെ നിർബന്ധമുള്ള ഒരു കുട്ടിയാണ്. നിങ്ങളുടെ കമ്പനിയുമായി സഹകരിക്കണമെന്ന് അവൾ തീരുമാനിച്ചു തന്നെ ഞങ്ങൾക്ക് അത്ഭുതമായിരുന്നു. അതിനൊരേ ഒരു കാരണം അഞ്ജലിയാണ്. അതിനു പകരം ആരെങ്കിലും കൊണ്ടുവന്ന് ഈ ഇവന്റ് നടത്താമെന്ന് നിങ്ങൾ വിചാരിക്കുന്നത് ശരിയല്ല. പ്ലീസ് ഡോക്ടർ, ഇപ്പൊ തൽക്കാലം നിങ്ങളിത് വലിയൊരു പ്രശ്നമാക്കി എടുക്കരുത്. ഞങ്ങളെല്ലാം ശരിയാക്കാം. എന്ത് ശരിയാക്കാനാ? അഞ്ജലി വരാതെ ഒന്നും നടക്കില്ല. അതും ശരിയാക്കാന്ന് പറഞ്ഞല്ലോ. പ്രസാദ് വീണ്ടും വരും അഞ്ജലിയോടൊപ്പം. ഇന്നത്തെ അസൗകര്യം നാളെ മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. ഞങ്ങൾ പോയിട്ട് വരാം. ശരി, ഓക്കെ. ഒരുപാട് വെച്ച് താമസിപ്പിക്കണ്ട, സമയം കുറവാ. നോ ഇഷ്യൂ ഡോക്ടർ, ഞങ്ങൾ ഉടനെ തിരിച്ചു ബന്ധപ്പെട്ടോളാം. ഇപ്പൊ പോവാ. ഓക്കെ, ശരി. സോറി പ്രസാദ്, നീ ഒന്നും വിചാരിക്കരുത്. അനിയത്തിയെ കാണിച്ച് ചേട്ടത്തിയെ കെട്ടിക്കുക എന്നൊരു പഴയ പ്രയോഗമുണ്ട് നമ്മുടെ ഇടയിൽ. അതുപോലെ അഞ്ജലിയെ ഉപയോഗിച്ച് ബിസിനസ് പിടിച്ചിട്ട് നീ എന്നെയും കൊണ്ടുവന്നാൽ വിവരമുള്ളൊരു സമ്മതിക്കും. നീ തൽക്കാലം വണ്ടിയെട്, നമുക്ക് പോവാം.
സത്യം പറഞ്ഞ പ്രസാദേട്ടന് അത്രയ്ക്കും ദേഷ്യം വരാൻ മാത്രം ഞാനൊന്നും പറഞ്ഞില്ല. പക്ഷെ ഞാൻ അറിയാതെ അദ്ദേഹത്തെ വേദനിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്തോ എന്നെനിക്ക് ഓർക്കാനേ പറ്റുന്നില്ല. ഒരുമിച്ച് ജോലി ചെയ്യണമെന്ന് ഞാനായിട്ട് ആവശ്യപ്പെട്ടതല്ലല്ലോ, ഇങ്ങോട്ട് പറഞ്ഞു കൂടെ കൂട്ടിയതല്ലേ. എന്നും എപ്പോഴും ഏൽപ്പിച്ച കാര്യങ്ങൾ ആത്മാർത്ഥതയോടെ ചെയ്തതാണോ ഞാൻ ചെയ്ത തെറ്റ്? ഇനിയിപ്പോ എന്തെങ്കിലും ഒരു വീഴ്ച പറ്റിയാലും അത് പറഞ്ഞു തന്നാ പോരെ, തിരുത്തി തന്നാ പോരെ. പ്രസാദേട്ടൻ പറഞ്ഞ ഞാൻ അനുസരിക്കാതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? എന്നിട്ടും എന്നെ ഒരു അന്യയെ പോലെ എനിക്ക് സഹിക്കുന്നില്ല കൃഷ്ണ. കണ്ണു നിറഞ്ഞു വരിക. ഇനിയെങ്കിലും എന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് തുറന്നു പറയാനുള്ള മനസ്സ് തോന്നിപ്പിക്കണം പ്രസാദേട്ടന്. നിന്നെ സാക്ഷിയാക്കി ഞാൻ തിരുത്താൻ തയ്യാറാണ്. നീ വേണം പ്രസാദേട്ടനെ കൊണ്ടത് ചെയ്യിക്കുവാൻ. നിന്നെ ഞാൻ എന്റെ ബാല്യകാല സുഹൃത്തും ദൈവമായിട്ടാ കാണുന്നത്. എന്റെ എന്നത്തെയും പ്രിയപ്പെട്ടവൻ, നീ വേണം എന്നെ സഹായിക്കാൻ. പ്ലീസ്. പിന്നെ നാളെ കാണാം. ശരി ശരി. ഇയാളെന്താ ഇവിടെ? രാവിലെ ഇവിടെ നിന്ന് ഡ്രോപ്പ് ചെയ്യാമെന്ന് ചോദിച്ചപ്പോൾ നാളും കിടാൻ വയ്യാന്നും പറഞ്ഞ് ചോട കാണിച്ച് പോയതല്ലേ. രാവിലെ താമസിച്ച് വന്നതിന് വായിലിരിക്കുന്നത് മുഴുവൻ കേട്ടതാ. ഇപ്പം ഇവിടെ നിന്ന് കാല് കിടക്കാൻ ഇങ്ങനെ നാളെ കേടുന്നില്ലേ? എന്തായാലും മൈൻഡ് ചെയ്യണ്ട. ആരതി, നീ എന്താ എന്നെ കണ്ടിട്ട് കാണാത്ത പോലെ പോകുന്നത്? ഇയാള് പഴയ തിരുവിതാംകൂർ മഹാരാജാവല്ലേ? കണ്ട ഉടനെ പ്രജകൾ എല്ലാവരും കൂടെ വന്ന് തൊഴുത ആചാരം അർപ്പിക്കാൻ. രാജാവോ മന്ത്രിയോ ഒന്നും അല്ലെങ്കിലും നിന്റെ കഴുത്തിൽ അറിയാതെ ഒരു താലി കെട്ടിപ്പോയില്ല ഞാൻ. അയ്യോ, അത് ഓർമ്മിപ്പിക്കാതിരിക്കുന്നതാവും തൽക്കാലം നല്ലത്. ആളെ വിട്. ആരതി, ഇനി എന്താ? നീ എന്താ ഓട്ടോയിൽ കയറാൻ പോകുന്നേ? ഞാൻ നിന്നെ പിക്ക് ചെയ്യാൻ വന്നല്ലേ. എന്തിന്? ഞാൻ ആരോട് ഇങ്ങോട്ട് കെട്ടിയെടുക്കാൻ പറഞ്ഞില്ലല്ലോ. പറഞ്ഞോ? പറയാതെ വന്ന് കാത്തു നിൽക്കാനും തുടങ്ങി. പുതിയ തരം പ്രേമ നാടകമാണല്ലോ. എന്ത് ദുരുദ്ദേശമാണെന്ന് ആർക്കറിയാം? ദുരുദ്ദേശോ? നീ വേണ്ടാത്ത വർത്താനം പറഞ്ഞുണ്ടല്ലോ. ഇയാൾ എന്തെന്നെ മൂക്കിലേക്ക് വലിച്ചു കയറ്റോ? നീ രാവിലെ ഇവിടെ ഡ്രോപ്പ് ചെയ്യുമെന്ന് ചോദിച്ചിട്ട് അവഗണിച്ചിട്ട് പോയില്ലേ? അപ്പം മുതലേ ഒരു വിഷമമാ. അതുകൊണ്ടാ ക്ലാസ് കഴിയുന്ന സമയം നോക്കി ഇവിടെ കാത്തു കിടന്നത്. നിനക്ക് എന്നോടൊന്നും ഇല്ലെന്നറിയാം, പക്ഷേ എനിക്ക് നിന്നോട് ഇഷ്ടം മാത്രമേ ഉള്ളൂ. അയ്യോ, ആണോ? എന്നാ ഞാനത് വരവ് വെച്ചിരിക്കുന്നു. രാവിലെ എന്നെ പെരുവഴിയിലല്ലേ ഇറക്കി വിട്ടത്. അതുകൊണ്ടിനി അവിടെ തന്നെ വണ്ടിയിട്ട് കാത്തു നിന്നാ മതി. ഞാൻ വന്ന് കയറിക്കോളാം. കയ്യിന്ന് വിട് മുരളേട്ടാ. നിന്നെ പിക്ക് ചെയ്യാൻ ഇവിടെ വരെ വരാൻ അറിയാമെങ്കിൽ ഇവിടുന്ന് കൊണ്ടുപോകാനും എനിക്കറിയാം. വന്ന് കയറിക്കോട്ട്. മനസ്സില്ല എനിക്ക്. വിട. വിടാൻ വിടാന്നല്ലേ പറഞ്ഞത്? വെറുതെ ബലം പിടിക്കല്ലേ. വിടന്നെ. വിട്. കയ്യിന്ന് വിടാൻ. മുരളേട്ടാ, വിട്. എന്താടാ ഇവിടെ? എന്താടാ പട്ടാപ്പകലും നീയൊക്കെ പെമ്പിള്ളേരെ ശല്യപ്പെടുത്താൻ ഇറങ്ങിയിരിക്കണോ? എല്ലായിടത്തും കാണും ഇതുപോലുള്ള പൂവാലന്മാര്. മാനം മര്യാദയ്ക്ക് വഴി നടക്കുന്ന പെൺകുട്ടികളെ ശല്യപ്പെടുത്താൻ. എന്താടാ വിളിച്ചു നോക്കുന്നത്? മര്യാദയ്ക്ക് കൈയെടുക്കണ. അവിടെ എന്തോ പ്രശ്നം നടക്കുവാണെന്ന് തോന്നല്ലോ. നമുക്ക് പോയി നോക്കാം. വാ. എന്താ മോളെ പ്രശ്നം? ചേട്ടാ, അത് പിന്നെ എന്റെ പൊന്നു ചേട്ടന്മാരെ, ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാ. ഞങ്ങൾക്ക് ചെറിയ കുടുംബ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അത് സംസാരിക്കുകയായിരുന്നു.
അതിനിടയിൽ നിങ്ങൾ ആരും ഇടപെടേണ്ട ഒരു കാര്യമില്ല. അത് ശരി. എന്നാലേ കുടുംബ പ്രശ്നങ്ങൾ നടറോട്ടി വെച്ചല്ല തീർക്കേണ്ടത്. ഭാര്യമാരുടെ അടുത്തെ ബലം പിടിക്കാൻ നോക്കുകയല്ല വേണ്ടത്, അടുപ്പത്തോടെ പെരുമാറുക വേണ്ടത്. മനസ്സിലായോടാ? ഈ കുട്ടിയുടെ മുഖം കണ്ടാ അറിയാലോ എത്ര മര്യാദക്കാരിയായ കുട്ടിയാന്ന്. ഇവന്റെ മുഖത്താണെങ്കിൽ ഒരു കള്ള ലക്ഷണമുണ്ട്. അല്ല, എവിടാ മോളെ നിന്റെ വീട്? ഇത് നിന്റെ ഭർത്താവ് തന്നെയാണോ? ഏയ് അല്ല ചേട്ടാ. ആ, അങ്ങനെ വരട്ടെ. മോളുടെ പുറകെ നടന്ന് ശല്യപ്പെടുത്തുന്ന പൂവാലനാണ് ഇവനല്ലേ? എടി ഭയങ്കരി, നീ മിണ്ടരുത് നാറി. േടാ വന്നേ. എന്തു പറ്റി? എന്താ ഏട്ടാ ഇവിടെ പ്രശ്നം? അതെ, ദേ ഇവൻ പട്ടാപ്പകൽ ഈ പെങ്കൊച്ചിനെ ഓട്ടോയിൽ കയറ്റിക്കൊണ്ട് പോവാൻ നോക്കുക. എന്റെ പൊന്നു ചേട്ടന്മാരെ, സത്യമായിട്ടും ഇവളെന്റെ ഭാര്യയാ. വീട്ടിൽ വഴക്കായതുകൊണ്ട് ഇവള് സമ്മതിക്കാത്തതാ. മിണ്ടരുത് പറഞ്ഞില്ലടാ. ഈ പെങ്കൊച്ച് പറഞ്ഞല്ലോ നീ ആരുമല്ലാന്ന്. പെങ്ങള് പോക്കോ, ഇവനുള്ള ഡോസ് ഞങ്ങൾ കൊടുത്തോളാം. താങ്ക്സ് കേട്ടോ. നിങ്ങളേക്ക് ഈശ്വരനെ ഇപ്പൊ ഇങ്ങോട്ട് കൊണ്ടുവന്ന്. അപ്പൊ ചെയ്ത കുറ്റത്തിന് ആവശ്യത്തിന് വാങ്ങിച്ചോ. പോട്ടെ. എടി രാക്ഷസി, നീ എന്നെ പേടിച്ചിട്ട് ഓടല്ലേ? തട്ടിക്കൊണ്ടു പോകണ്ടടാ. സത്യം പറഞ്ഞിട്ട് പോടി. കൊടുത്തിട്ട് പോണോടി. നിക്കടി അവിടെ. നിക്കാൻ. എന്നാ തുടങ്ങിക്കോ. അയ്യോ. പ്രസാദേട്ടാ, ദത്തൻ സാറിന്റെ വീട്ടിൽ ചെന്നിട്ട് എന്തായി കാര്യങ്ങള്? അവിടെ തന്ന ഡ്രസ്സിന്റെ ഡിസൈൻസും മറ്റുമൊക്കെ നന്നായിട്ടുണ്ടോ? കാറ്ററിംഗിലോ ഫുഡിന്റെ ലിസ്റ്റിലോ മറ്റോ മാറ്റങ്ങൾ എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞു അവര്? എന്താ ഒന്നും മിണ്ടാത്തെ? എല്ലാം ഓക്കെ ആയില്ലേ അവിടെ? ദത്തൻ സാറിന്റെ വൈഫ് അഡീഷണൽ ആയിട്ട് വേണ്ട കാര്യങ്ങളുടെ എല്ലാം ലിസ്റ്റ് തയ്യാറാക്കി തന്നു വിടാന്ന് പറഞ്ഞിരുന്നു. അത് വാങ്ങിച്ചില്ലേ? ആ ഫയലിങ് തന്നേക്ക്. ഉള്ളിൽ ലിസ്റ്റ് ഉണ്ടെങ്കിൽ അതിലുള്ള എല്ലാ സാധനങ്ങളും എവിടെ ചെന്നിട്ട് അലഞ്ഞിട്ടായാലും കൃത്യമായിട്ട് ഞാൻ മേടിച്ചു തന്നേക്കാം. അതോർത്തിനി പ്രസാദിന്റെ ടെൻഷൻ വേണ്ട. ഒരു പെൺകുട്ടിയാണ് ഞാൻ. എന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അഞ്ജലി ചേച്ചിയെ പോലെ ഒരു പെൺകുട്ടിയുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴുള്ള കംഫോർട്ട് സോൺ നിങ്ങളോടോ ഈ ഇരിക്കുന്ന ആളോടോ സംസാരിച്ചാൽ കിട്ടുമോ? ഇല്ലല്ലോ. എന്താ പുഷ്പൻ ചേട്ടാ, പ്രസാദേട്ടന്റെ മുഖം വല്ലാതിരിക്കുന്നത്? അവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടായോ? നീ വരാതിരുന്നത് വലിയ പ്രശ്നമായി മോളെ. അതിൻ്റെ ഒരു വിഷമമാണ് പ്രസാദിന്. എന്താ ഈ പറയുന്നത്? എന്ത് പ്രശ്നം? ദത്തൻ സാറും ഫാമിലിയും വല്ലാത്ത ഇറിറ്റേഷനിലും ദേഷ്യത്തിലുമായിരുന്നു. അയ്യോ, അതെന്തു പറ്റി? അവർ നല്ല മനുഷ്യരാണല്ലോ. ഇതുവരെ സൗഹൃദത്തിലും സന്തോഷത്തിലേ സംസാരിച്ചിട്ടുള്ളൂ അവര്. അതെന്തുകൊണ്ടാ? മോളോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കും. അവർക്ക് അഞ്ജലി എന്ന് പറഞ്ഞാൽ ഇത്ര കാര്യമായിരിക്കുമെന്ന് സത്യം പറഞ്ഞ പ്രസാദ് പോലും ഇന്ന് അറിഞ്ഞത്. മോളെ ഒരാളെ കണ്ടിട്ടാ ഈ പരിപാടി നമ്മുടെ കമ്പനി ഏൽപ്പിച്ചതെന്ന് ദത്ത സാർ മുഖത്ത് നോക്കി പറഞ്ഞു. പ്രസാദിനത് വലിയ ക്ഷീണമായെന്ന് തോന്നുന്നു. അയ്യോ, അതെന്താ?
പ്രസാദേട്ടന്റെ കമ്പനിയല്ലേ, ഞങ്ങളിൽ ആര് ചെന്നാലും അവരൊരുപോലെ വേണ്ടേ സഹകരിക്കാൻ? ഓ അതൊക്കെ പറയുമ്പോ പറയാ, അല്ലാതെ അവർക്ക് മോളെ മാത്രം മതി എന്ന് വാശി പിടിച്ചാ നമുക്കെന്ത് ചെയ്യാൻ പറ്റും? ചേടാ, അത് കഷ്ടമായല്ലോ. പ്രസാദേട്ടന് വിഷമമായി കാണുമെന്ന് ഉറപ്പാ. പിന്നെ ശരിക്ക് വിഷമായെന്ന് ഉറപ്പല്ലേ? പുഷ്പൻ ചേട്ടാ, അവിടെ എന്തെടുക്ക? ദേ വരുന്നു. ഈശ്വര, ഇതിന് പുലിവാല് പിടിക്കുന്ന അവസ്ഥയായല്ലോ. മടിച്ചിക്കണ്ട കയറുവാ സാറേ. കൊള്ളാം. പറഞ്ഞ സമയത്ത് തന്നെ വരച്ച ചിത്രങ്ങളുമായിട്ട് നിങ്ങൾ എത്തിയല്ലേ? ഞാനൊരു വാക്ക് പറഞ്ഞതാ. നിങ്ങൾ ആവശ്യപ്പെട്ട 2 പെൺകുട്ടികളുടെയും ഇപ്പോഴത്തെ രൂപങ്ങൾ ദാ ഇതിൽ പകർത്തിയിട്ടുണ്ട്. കണ്ടോ മണിച്ച, എന്റെ കണക്ക് കൂട്ടൽ എത്ര കൃത്യമാണെന്ന്. വെടിമരുന്നാണ് ഇയാള്. ഇതുപയോഗിച്ച് വേണം നമുക്കൊരു ഉഗ്ര സ്ഫോടനം നടത്താൻ. രാധയുടെ ആ 2 പെൺപിള്ളേരുടെയും ആരൂഢം കിടക്കണം നമുക്ക്. താങ്ക് യു വെരി മച്ച്. ഈ മേഘനാഥനെന്ന് നന്ദിയുള്ളവനായിരിക്കും. താങ്ക്സ് എ ലോട്ട്. അതിനെ ആർക്ക് വേണം നിങ്ങളുടെ നന്ദി? ആദ്യം കാശ്, എന്നിട്ട് മതി ചിത്രം കൈമാറുന്നത്. താനേ ഒരു ചെകുത്താനാ, അതെനിക്ക് നന്നായിട്ടറിയാം. തന്നെ ഇനി ഒരിക്കലും കാണരുതെന്നാ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളത്. എന്നിട്ട് ഞാൻ ഈ പടങ്ങൾ വരച്ചത് ചിത്രകല എന്റെ തൊഴിലായതുകൊണ്ട് മാത്രമാ. മതി. നീ ചെയ്ത തൊഴിലിനുള്ള ശമ്പളം എത്രയാണെങ്കിലും ഞാൻ തരാന്ന് പറഞ്ഞാണല്ലോ. പിന്നെ എന്തിനാണ് ഈ അധിക പ്രസംഗം? അധിക പ്രസംഗമാണോ ആവശ്യ പ്രസംഗമാണോ എന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. എന്റെ ഈ കൈകളെ ഈശ്വരൻ അറിഞ്ഞ് അനുഗ്രഹിച്ചു വിട്ടതാ ഭൂമിയിലേക്ക്. അതുകൊണ്ട് എന്റെ വില ഞാനാ തീരുമാനിക്കുന്നത്, താനല്ല. ചേടാ, ഒരു പടത്തിന് 1 ലക്ഷം വെച്ചല്ലേ നീ അപ്പൊ ചോദിച്ചത്? അത്യാർത്ഥം കൊണ്ട് നീ ചോദിച്ച എല്ലും കഷ്ണം വലിച്ചെറിഞ്ഞേറെ മേഘൻ സാറിന് റെഡിയാണല്ലോ. ഇരിപ്പുണ്ട് നിന്റെ പണം. ആ 2 ലക്ഷം എടുത്ത് കൊടുത്തേക്ക്. അതും വാങ്ങി ചിത്രങ്ങൾ ഏൽപ്പിച്ച് വേഗം സ്ഥലം വിട്ടോണം. ഇനി മേലിൽ നീ എന്റെ കൺമുന്നിൽ വന്നേക്കരുത്. അങ്ങനെ 2 ലക്ഷം ഉലുവേലേ എന്നെ വിലക്കെടുക്കാന്ന് കരുതണ്ട ആരും. കഴിഞ്ഞ തവണ 3 ചിത്രങ്ങളാണ് ഞാൻ വരച്ചത്. അവയെല്ലാം താൻ നശിപ്പിച്ചു. എനിക്ക് ഭ്രാന്ത് കയറി ഞാൻ വരച്ചതാണെന്നാ താൻ പറഞ്ഞത്. ഓർമ്മയുണ്ടല്ലോ അതൊക്കെ? അന്ന് നിങ്ങൾ നശിപ്പിച്ചു കളഞ്ഞ ചിത്രങ്ങളുടെ പണം കൂടി ഇന്ന് ഞാൻ തന്നെ കൊണ്ട് എണ്ണി വയ്പ്പിക്കും. ഇപ്പോഴത്തെ 2ഉം അപ്പോഴത്തെ 3ഉം, അങ്ങനെ രൂപ 5 ലക്ഷം എന്റെ കൈവെള്ളയിൽ വച്ച് തന്നേ പറ്റൂ. എങ്കിലേ നിങ്ങൾ അന്വേഷിച്ച് നടക്കുന്ന പെൺകുട്ടികളുടെ ഈ ചിത്രങ്ങൾ നിങ്ങൾക്ക് കണി കാണാൻ തരൂ ഞാൻ. അപ്പം വെൽ പ്ലാൻ ചെയ്തിട്ടാണല്ലേ നിന്റെ വരവ്? സന്ദർഭം വെച്ചൊരു വില പേശ. എത്ര പണം വേണമെങ്കിലും ചോദിച്ചോളാൻ അന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ. പക്ഷെ ഇപ്പോഴത്തെ നിന്റെ ഈ വെല്ലുവിളിക്ക് ഞാൻ തല കുനിച്ചാൽ ഈ മേഘനാഥൻ ആണല്ലാതായി പോവും. അതുകൊണ്ട് ഈ ചിത്രങ്ങൾ ഇവിടെ വച്ചിട്ട് ആദ്യം പറഞ്ഞ തുകയും വാങ്ങി പോവാൻ നോക്ക്. പെട്ടെന്നാവട്ടെ. നടക്കില്ല സാറേ, നടക്കില്ല. അത് ഉള്ള 5 ലക്ഷം എന്റെ ഈ കയ്യിൽ തരാതെ നിങ്ങളെ ഈ പടം പോലും കാണിക്കില്ല ഞാൻ. വെറുതെ ഭാഷ കാണിക്കരുതെന്നോട്. അതെ, അതാ എനിക്ക് നിന്നോട് പറയാനുള്ളത്. 1 രൂപ കൂടി അധികം ഞാൻ തരില്ല നിനക്ക്, അഹങ്കാരി. വരച്ച പടം ഇവിടെ വെച്ചിട്ട് ഇറങ്ങി പോടാ. എവിടെ നിന്ന്? ഭീഷണിയാണോ? അങ്ങനെയെങ്കിൽ അങ്ങനെ തന്നെ.
ഭീഷണി തന്നെയാ. മര്യാദയ്ക്ക് അതവിടെ വയ്ക്കാതെ നീ ഇനി ഈ മുറിയിൽ നിന്ന് തിരിച്ചു പോവില്ല. സംശയമുണ്ടോ എനിക്ക്? ഒരു സംശയവുമില്ല. താൻ ചതിക്കാൻ മടിയില്ലാത്തവനാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാ ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. അതിന്റെ മറുപടി ദാ ഇതാ.